Good afternoon all. Good afternoon. reply ഒന്നുമില്ലല്ലോ. Good afternoon. സ്ട്രെങ്ത് വളരെ കുറഞ്ഞു ഓരോ ദിവസം കൂടുന്നോറും സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണല്ലോ. ഓണത്തിന്റെ വെക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണോ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് എംപ്ലോയി റിലേഷൻസ് ഒക്കെയാണ് പഠിച്ചത്. എംപ്ലോയി റിലേഷൻസ് എന്താണ്, എംപ്ലോയി റിലേഷൻസിന്റെ സ്കോപ്പ് നോക്കിയായിരുന്നു. അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി റിലേഷൻ. അപ്പൊ അതിൽ ഇതിനോടുള്ളൂ ഫസ്റ്റത്തെ 5 ഒബ്ജക്റ്റീവ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? വായിച്ചായിരുന്നോ? ഓർമ്മയുണ്ടോ? 5 ഒബ്ജക്റ്റീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ജസ്റ്റ് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഞാൻ പേര് മാത്രം വായിക്കാം, നിങ്ങളൊന്ന് വായിക്കണം. To protect workers and management interests, to protect economic status of workers, to regulate control of government, to ensure workers' participation, to develop and support labor unions. 5 ഒബ്ജക്റ്റീവ്സ് ആണ് എംപ്ലോയർ റിലേഷൻസിന്റെ നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 5 ഒബ്ജക്റ്റീവ് ഒന്ന് വായിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. ഇനി ബാക്കി 5 ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. മനസ്സിലാക്കി വായിക്കുക കേട്ടോ. ആ മെയിൻ പോയിന്റ്സുകൾ ഡാർക്കൻ ചെയ്തിട്ടുണ്ടല്ലോ. ആ മെയിൻ പോയിന്റ്സുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിനുള്ളിലുള്ളത് വായിച്ച് മനസ്സിലാക്കാം. 10 ഒബ്ജക്റ്റീവ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ആ 10 ഒബ്ജക്റ്റീവ്സ് പഠിക്കണം. ഉള്ളിലുള്ളത് എന്ത് ചെയ്യാം, വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ 5 ഒബ്ജക്റ്റീവ്സ്? ഓക്കെ, എല്ലാവരും വായിച്ചു. ഇനി നമുക്ക് 6ാമത്തെ ഒബ്ജക്റ്റീവ് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. 6ാമത്തെ ഒബ്ജക്റ്റീവ് ടു പ്രിവെന്റ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ്. ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സുകൾ പ്രിവെന്റ് ചെയ്യാണ്. കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, തർക്കങ്ങൾ. Another objective is to reduce the chance of industrial conflicts and cultivative peaceful relations, and that are vital characteristics of a productive workforce and industrial progress of a nation. അതായത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സുകൾ, തർക്കങ്ങൾ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യണം ഒരു ഇൻഡസ്ട്രിയിൽ. അത് നമ്മുടെ രാജ്യത്തിന്റെ പ്രൊഡക്റ്റീവ് ആയിട്ട് ഉത്പാദനത്തിനും അതുപോലെ തന്നെ എന്താണ് വർക്ക് ഫോഴ്സിന്റെയും ഒരു പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഈ കോൺഫ്ലിക്ട്സുകളൊക്കെ റെഡ്യൂസ് ചെയ്ത് എംപ്ലോയീസും എംപ്ലോയറൊക്കെ തമ്മിൽ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻ വേണം കൊണ്ടുപോകുക. Then 7ാമത്തെ ഒബ്ജക്റ്റീവ് ടു റെഡ്യൂസ് സ്ട്രൈക്സ് ആൻഡ് ലോക്കൗട്ട്സ്. Getting rid of strikes, lockouts and giros to the maximum extent by granting suitable wages, better life and workplace environment and promised perks benefits is one of the main objective of industrial relations. എന്താണ് പറയുന്നത്? ഗെറ്റിംഗ് റിഡ് ഓഫ് സ്ട്രൈക്സ്. അതായത് സ്ട്രൈക്കുകൾ, സമരങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ ഇൻഡസ്ട്രിയിൽ. ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്ട്രൈക്സുകൾ ഉണ്ടാവും, ലോക്കൗട്ട്സുകൾ ഉണ്ടാകും. ലോക്കൗട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് കുറച്ച് നാളത്തേക്ക് കമ്പനി പൂട്ടിയിടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ.
ആൻഡ് ഗ്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ സംഘർഷങ്ങൾ, പ്രതിഷേധങ്ങള്, സമരങ്ങളൊക്കെ ചെയ്യില്ലേ തൊഴിലാളികൾ, അവർക്ക് ചിലപ്പോൾ ബെനിഫിറ്റ്സ് കിട്ടാത്തതിന്റെ ആകാം, ചിലപ്പോൾ സാലറി കിട്ടാത്തതിന്റെ പ്രശ്നമാകാം, മറ്റെന്തെങ്കിലും അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പ്രതിഷേധങ്ങളും സമരങ്ങളും ഇതിന് ഉണ്ടാകും. സോ ഇതിനെയൊക്കെ നമ്മൾ കുറയ്ക്കാമെന്ന്, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ട്രൈക്സും സമരങ്ങളൊക്കെ കുറയ്ക്കാം. എങ്ങനെ? ബെറ്റർ ലൈഫ് വർക്ക് പ്ലേസ് എൻവയോൺമെന്റ് പ്രോമിസ്ഡ് പെർ, അതായത് അവർക്ക് നല്ല ബെനിഫിറ്റ്സുകളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട്, എംപ്ലോയീസിന്റെ സാലറിയും ബെനിഫിറ്റ്സുകളൊക്കെ കൊടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരമാവധി കുറയ്ക്കാൻ സാധിക്കുന്നത്. അതായത് നമുക്ക് അവർക്ക് നല്ല ബെനിഫിറ്റ്സുകളും എംപ്ലോയീസിന് അത്യാവശ്യം അവർക്ക് സാലറി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സമരങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകില്ല, അല്ലെ? അവർ കംഫർട്ടബിൾ ആണ്, അവർ സേഫ് ആണ്, അവർക്ക് ബെനിഫിറ്റ്സ് ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് എംപ്ലോയീസിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുമോ? നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ഇപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് ബെനിഫിറ്റ്സുകൾ കിട്ടുന്നുണ്ട്, ദെൻ സമയമാണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ സമരം ചെയ്യാനൊക്കെ പോകുമോ? നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതുപോലെ ലോക്കൗട്ട്സുകളാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് സ്ട്രൈക്ക് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ആണോ? അല്ലേ? ഇപ്പൊ എല്ലാ എംപ്ലോയീസിനും ഒരുപോലെ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നു. അപ്പോഴാണ് അവരെല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുന്നത്, അല്ലെ? സമരം ചെയ്യാനും അല്ലെങ്കിൽ യൂണിയൻസിനെയൊക്കെ നമ്മൾക്ക് പിടിക്കുന്നു, ട്രേഡ് യൂണിയനൊക്കെ ആയിട്ട് സഹകരിച്ചതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സോ എംപ്ലോയീസിന് നല്ലൊരു എന്താ പറയാ ബെനിഫിറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കാം. ഓക്കെ, എട്ടാമത്തെ ഒബ്ജക്റ്റീവ് നോക്കാം. ടു സസ്റ്റെയിൻ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. ടു സസ്റ്റെയിൻ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി നിലനിൽക്കാൻ. എന്ത് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി എന്ന് പറയുന്നത്? ഡെമോക്രസി മീൻസ് എന്താ? ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പീപ്പിൾസിന്, ജനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതാണ് ഡെമോക്രസിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ? ജനങ്ങളുടെ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ താല്പര്യങ്ങളെക്കാളും കൂടുതൽ ജനങ്ങളുടെ ഇൻവോൾവ്മെന്റ് ആണ്. അപ്പൊ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് also aims to develop and maintain industrial democracy, which is based on labor partnership in profit making. പ്രോഫിറ്റ് മേക്കിംഗില് ലേബറിന്റെ, തൊഴിലാളികളുടെ പാർട്ട്ണർഷിപ്പ്, അതായത് അവർക്കും കൂടി അവരെയും കൂടി ഇൻക്ലൂഡ് ആക്കാന്ന്. This enables individuals to develop their personality fully so that they can work for the benefit of the industry and of course for the nation. അപ്പോൾ ഇപ്പൊ പ്രോഫിറ്റ് മേക്കിംഗിലാണെങ്കിലും കമ്പനിയിൽ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഡിസിഷൻസിലൊക്കെ അവരെയും കൂടി അതിലൊക്കെ ഇൻവോൾവ് ചെയ്യാവുന്ന. സോ അത് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടി ബെനിഫിറ്റ്സ് നേടാൻ സഹായിക്കുന്നു. ദെൻ അതുപോലെ തന്നെ രാജ്യത്തിന്റെ പുരോഗതിക്കും അത് ഹെൽപ്പ് ചെയ്യുന്നു. സോ ലേബേഴ്സിന് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, മീറ്റിംഗ്സ് ഒക്കെ വിളിച്ചു കൂട്ടാം, അവർക്ക് ഒപ്പീനിയൻസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ, പിന്നെ അവരുടെ സജഷൻസ് ഒക്കെ പറയാനായിട്ടുള്ള അവസരങ്ങളും കൂടി നമ്മൾ ഒരുക്കുക. വായിച്ചു നോക്കാം കേട്ടോ. 3 ഒബ്ജക്റ്റീവ് ഒന്ന് വായിച്ചു നോക്കി. 6-ാമത്തെയും 7, 8 മൂന്നെണ്ണം വായിച്ചു നോക്കാം. ദെൻ 9, 10 കൂടി ഉണ്ട്. 3 വായിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ. മനസ്സിലാക്കി വായിക്കാം. എന്താ പറയാ, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ ആ മെയിൻ പോയിന്റ്സുകൾ 10 പഠിച്ചു വെക്കാം. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? 3 ഒബ്ജക്റ്റീവ്സുകൾ. ഓക്കെ, ഇനി 9-ാമത്തെ ഒബ്ജക്റ്റീവ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാണ്. Another objective of industrial relation is to enhance productivity to superior level by ensuring that employees work with full strength. Employee അവരുടെ full strength പ്രൊഡക്ഷന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.
അതായത് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, അവരുടെ പെർഫോമൻസ്, അവരുടെ ഫുൾ സ്ട്രെങ്ത് അവര് നമ്മുടെ കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി അവര് ഫുൾ സ്ട്രെങ്ത് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. Then പത്താമത്തെ ഒബ്ജക്റ്റീവ് ടു പ്രൊവൈഡ് പ്രൊപ്രൈറ്ററി ഇൻട്രസ്റ്റ്. പ്രൊപ്രൈറ്ററി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊപ്രൈറ്ററി എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്രൈറ്ററി ഉടമസ്ഥാവകാശം എന്നാണ് അതിന്റെ മലയാളത്തിൽ പറയാം. ഓക്കെ, പ്രൊപ്രൈറ്ററി ഉടമസ്ഥാവകാശം. ഓക്കെ, നോക്കാം. Finally, it provides ownership to the workers in the organization where they are working. അല്ലെ, എംപ്ലോയീസിന് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ഉടമസ്ഥാവകാശം നൽകണം. The objective of industrial relation is to fill the gap between the different sections of the industry and society and reform the complicated social relationship developing as a result of technological progress by regulating and monitoring members and adjusting their conflicting interest. എന്താണ് പറയുന്നത്? അതായത് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ പേഴ്സൺസിനും വർക്കേഴ്സിനും അല്ലെങ്കിൽ ലേബേഴ്സിന് അവരുടെ ഉടമസ്ഥാവകാശം നൽകണം. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോ വ്യവസായത്തിലാണെങ്കിലും ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിലും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ സമൂഹത്തിലാണെങ്കിലും വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്താ പറയാ ഗ്യാപ്പ് നികത്തുകയും അതുപോലെ തന്നെ എന്താണ് സാമൂഹ്യ ബന്ധങ്ങളൊക്കെ നിലനിർത്താനും സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ ക്രമപ്പെടുത്തുകയും ചെയ്യണം എന്ന്. അതായത് ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ ഒരു പ്രശ്നങ്ങൾ കോൺഫ്ലിക്ട്സുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് പുറമേയും കോൺഫ്ലിക്ട്സ് ആയിട്ട് മാറും. അല്ലെ, ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ എംപ്ലോയീസും എംപ്ലോയറും തമ്മിൽ പ്രശ്നങ്ങൾ വരും. സോ അത് സൊസൈറ്റിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെയും അത് പ്രശ്നങ്ങളിലോട്ട് നയിക്കും. സോ അങ്ങനെ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ എല്ലാം എന്ത് ചെയ്യാം, ക്രമപ്പെടുത്തുക, മീൻസ് അതൊന്ന് പരിഹരിക്കുകയാണ്. ഓക്കെ, അപ്പോ മെയിൻ ആയിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി റിലേഷൻസിൽ 10 ഒബ്ജക്റ്റീവ് ആണ് ഉള്ളത്. 10 മെയിൻ പോയിന്റ്സുകൾ പഠിച്ചു വെക്കുക. അത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉള്ളിലുള്ളത് വായിച്ച് മനസ്സിലാക്കി വെക്കുക. മെയിൻ പോയിന്റുകൾ 10 ഒബ്ജക്റ്റീവ്സ് പഠിക്കുക. ബുദ്ധിമുട്ടുണ്ടോ പഠിക്കാനായിട്ട്? 10 ഒബ്ജക്റ്റീവ്സ് പഠിക്കാൻ പേരുകൾ മാത്രം ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഇൻട്രസ്റ്റ്, to improve economic status of workers, to regulate control of government, to ensure workers' participation, to develop and support labor unions, to prevent industrial conflicts, to reduce strikes and lockouts, to sustain industrial democracy, to increase productivity, to provide proprietary interest. Okay. ഒബ്ജക്റ്റീവ്സ് ആ പേരുകൾ മാത്രം ഒരു 5 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പേര് മാത്രം. ഓക്കെ, 5 ടൈംസ് വായിക്കാം. 5 ടൈംസ് നിങ്ങൾ വായിക്കുമ്പോൾ 10 ഒബ്ജക്റ്റീവില് 5 ഒബ്ജക്റ്റീവ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, 5 പ്രാവശ്യം വായിക്കണം. മനസ്സിരുത്തി വായിക്കും. കംപ്ലീറ്റ് വായിക്കണ്ട. ടാർഗറ്റ് ചെയ്തിരിക്കുന്ന മെയിൻ ആ ഒബ്ജക്റ്റീവ്സ് മാത്രം ഒരു 5 പ്രാവശ്യം വായിച്ചു നോക്കാം. ഫൈവ് ടൈംസ് വായിച്ച് കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്യാത്തവർ പെട്ടെന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.
ഓക്കെ 5 ടൈംസ് വായിച്ചിട്ട് 10 ഒബ്ജക്റ്റീവ്സില് 5 ഒബ്ജക്റ്റീവ്സ് പഠിച്ചോ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വായിക്കാൻ പറഞ്ഞത്. 5 പ്രാവശ്യം പഠിച്ചില്ലേ? ഫുള്ളായിട്ട് പഠിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 5 ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് മതി. ബാക്കി നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് വൺ, ആക്ടേഴ്സ് ഇൻ എംപ്ലോയി റിലേഷൻസ്. എംപ്ലോയി റിലേഷൻസിലെ ആക്ടറുകൾ ആരൊക്കെയാണെന്ന് ആക്ടേഴ്സ് നോക്കാം. ദ സിസ്റ്റം ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ കൺസിസ്റ്റ് ഓഫ് മെയിൻലി 3 ആക്ടേഴ്സ് ഓർ പാർട്ടിസിപ്പൻസ്. എംപ്ലോയി റിലേഷൻസിൽ 3 പാർട്ടിസിപ്പൻസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ ആക്ടറുകൾ വേണമെങ്കിൽ നമുക്ക് പറയാം. മെയിൻ ആയിട്ട് 3 പാർട്ടിസിപ്പൻസ് ആണ്. ആക്ടേഴ്സ് ആർ കൺസിഡേർഡ് ആസ് എ സിംഗിൾ സെറ്റ് ഓഫ് വേരിയബിൾസ്. ഈ ഓരോ ആക്ടേഴ്സ് നമ്മൾ ഓരോ വേരിയബിൾസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. However, their extended influence varies from each other. The 3 actors of employee relations are as follows. Employee relations la 3 actors or 3 participants ആരൊക്കെയാണെന്നാണ് ഇമ്പോർട്ടന്റ് ആണ്. ഈ പിക്ചറിന്റെ സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ആ 3 ആക്ടേഴ്സ് ആരൊക്കെയാണ്? പാർട്ടീസ് ടു ഇൻഡസ്ട്രിയൽ റിലേഷൻ. ആരൊക്കെയാണ് 3 പേര്? എംപ്ലോയീസ്. നിങ്ങൾക്ക് നോക്കാതെ തന്നെ അറിയാം. നമ്മൾ ഇത്രയും പഠിച്ചതിന്റെ ആ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ ആരൊക്കെയാണ് ആക്ടേഴ്സുകൾ? 3 പേര്. എംപ്ലോയീസും എംപ്ലോയറും ഉണ്ട് അല്ലെ? അത് നിങ്ങൾക്ക് അറിയാലോ. എംപ്ലോയി റിലേഷൻ പറയുമ്പോൾ തന്നെ എംപ്ലോയീസും എംപ്ലോയറും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പൊ എംപ്ലോയീസ് ഉണ്ട്, എംപ്ലോയർ ഉണ്ട്, പിന്നെ ആരാണ്? ഗവൺമെന്റ്. ഇവരുടെ 2 പേരുടെ നടുക്ക് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റും. ഇപ്പൊ 3 ആക്ടേഴ്സുകളാണ്. ആരൊക്കെയാണ്? എംപ്ലോയീസ്, എംപ്ലോയേഴ്സ്, ഗവൺമെന്റ്. ഇനി ഫ്ലോ ചാർട്ട് പോലെ തന്നിരിക്കുകയാണ്. എന്റെ ഓപ്പോസിറ്റ് നോക്കി. എംപ്ലോയീസിന്റെ ഇൻഡസ്ട്രിയൽ റിലേഷൻ. എംപ്ലോയീസിന്റെ ആ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒത്തുചേരുന്നതാണ് ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ പറഞ്ഞു എംപ്ലോയീസിന്റെ ഒരു സംഘടന, ഒരു എന്താ പറയാ, ഒരു യൂണിയൻ ആണ്. അവരുടെ പ്രശ്നങ്ങളും അവർ ഒന്നിച്ചു നിന്നിട്ടാണ് ട്രേഡ് യൂണിയനിൽ വർക്ക് ചെയ്യുന്നത്. എംപ്ലോയേഴ്സിന്റെ എംപ്ലോയർ അസോസിയേഷൻ ഉണ്ട് അല്ലെ? തൊഴിലുടമകളുടെ അസോസിയേഷൻസുകളുണ്ട്. ഇനി ഗവൺമെന്റ്. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ കോർട്സ് ഉണ്ടാവാം, ട്രിബ്യൂണൽസ് ഒക്കെ ഉണ്ടാവാം. കോർട്സ്, കോടതി, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. ട്രിബ്യൂണൽസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എന്താണ്? ഒരു ജുഡീഷ്യറി ബോർഡാണ്. സെമി ഗവൺമെന്റ് ആയിട്ടുള്ള ജുഡീഷ്യറി ബോർഡാണ് ട്രിബ്യൂണൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ മെയിൻ ആയിട്ട് നോക്കുക. 3 ആക്ടേഴ്സ് അല്ലെങ്കിൽ 3 പാർട്ടിസിപ്പൻസ്. 3 പാർട്ടിസിപ്പൻസ് ഇൻ എംപ്ലോയി റിലേഷൻസിൽ വരുന്നത് എംപ്ലോയീസ്, എംപ്ലോയേഴ്സ് ആൻഡ് ഗവൺമെന്റ്. 3 പേരാണ്. പഠിച്ചിട്ടുണ്ട് നമ്മൾ. പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ തന്നെ ജസ്റ്റ് അതൊന്ന് നോക്കിയത് വായിച്ചു നോക്കിയേ. ആ ഫ്ലോ ചാർട്ട് പോലെ തന്നിരിക്കുന്നത് വായിച്ചു നോക്കാം കേട്ടോ. എളുപ്പമാണ് അത്. നമ്മൾ ഓൾറെഡി ഇപ്പൊ എംപ്ലോയി റിലേഷൻസിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. അതിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അല്ലെ 3 ആക്ടേഴ്സുകൾ ആരൊക്കെയാണ്. ഓക്കെ, പഠിച്ചല്ലാത്ത 3 പാർട്ടിസിപ്പൻസ് ഓർ ആക്ടേഴ്സ്. ഇനി കുറച്ച് പോയിന്റ്സുകളാണ് തന്നിരിക്കുന്നത്. എംപ്ലോയി റിലേഷൻസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളാണ്. വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ. വർക്കേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ. Workers are an integral part of an industrial relation. Industrial relations ഏറ്റവും ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് വർക്കർ എന്ന് പറയുന്നത് അല്ലെ? Workers can be of different age, educational background, social and family background, skills, culture, etc. ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈക്വൽ ഏജ് ആയിട്ടുള്ളവരായിരിക്കോ? അല്ലെങ്കിൽ ഈക്വൽ സ്കിൽസ് ആണോ? സെയിം എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സെയിം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയിരിക്കോ? അപ്പൊ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഈ നമ്മളൊരു കോഴ്സ് പഠിക്കുന്നു. നിങ്ങൾ ഈ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഒരേ ഏജ് ആണോ? അല്ലെങ്കിൽ ഒരേ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കോ? ഒരേ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ആണോ? നിങ്ങൾക്ക് എല്ലാവർക്കും സെയിം ആണോ ഏജ് ആയിട്ടുണ്ടെങ്കിലും എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്? അല്ല അല്ലെ? അപ്പൊ ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും പല ഏജിലുള്ള ആളുകൾ ഉണ്ടാകും, പല എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും. ചിലപ്പോ എന്താണ് ഫ്രഷേഴ്സ് ആയിട്ട് കയറിയിട്ടുള്ള ആളുകൾ ഉണ്ടാകാം, ചിലപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾ ഉണ്ടാകാം. സോ വർക്കേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. എല്ലാ രീതിയിലും വർക്കേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും.
Workers continuously strive to make their employment terms and conditions better. Workers continuously strive ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രൈവ് ചെയ്യുക, അതായത് എപ്പോഴും അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ തൊഴിൽ വ്യവസ്ഥകളൊക്കെ കുറച്ച് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെപ്പോഴും ട്രൈ ചെയ്യുന്നു. They share their viewpoints and their problems with the management. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരത് മാനേജ്മെന്റിന് ഷെയർ ചെയ്യുന്നു. അതുപോലെ ഇനി അവർക്ക് എന്തെങ്കിലും വ്യൂ പോയിന്റ്സ്, എന്തെങ്കിലും ലഭ്യ സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരെന്ത് ചെയ്യുന്നു? മാനേജ്മെന്റിന് ഷെയർ ചെയ്യുന്നു. They also intended to be a part of management decision making process. അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഇവരെ കൂടി നമ്മൾ അതിൽ ഇൻവോൾവ് ചെയ്യുന്നു, വർക്കേഴ്സിനെ. To achieve all this, workers come together to form a trade unions also known as workers organization against management and get maximum help from these unions. അല്ലെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വർക്കേഴ്സ് എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നിട്ട് അവർക്ക് ഒരു ട്രേഡ് യൂണിയൻ, ഈ ട്രേഡ് യൂണിയൻ വഴി അവരുടെ പ്രശ്നങ്ങൾ, അവർക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ യൂണിയൻസ് വഴി സഹായിക്കുന്നു. The primary objective of the trade union is to safeguard the economic rights of workers with the help of collective bargaining and also by asserting pressure on the management using political and economic strategies. അപ്പോൾ ഈ ട്രേഡ് യൂണിയന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സേഫ് ഗാർഡ് ഓഫ് ഇക്കണോമിക് റൈറ്റ്സ്, വർക്കേഴ്സിന്റെ ഇക്കണോമിക് റൈറ്റ്സ് നേടിയെടുക്കുക. അതാണ് ഒരു ട്രേഡ് യൂണിയന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെ? അവകാശങ്ങൾ സംരക്ഷിക്കണം. അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ എന്താണ്? പ്രഷർ ഓൺ മാനേജ്മെന്റിന് പ്രഷർ കൊടുക്കാന്ന്, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിച്ച് ഇവർക്ക് ബെനിഫിറ്റ്സുകളൊക്കെ നേടാനുണ്ടെങ്കിലും മറ്റ് അവരുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് നമ്മള് മാനേജ്മെന്റിനെ പ്രഷർ ചെയ്യുന്നതാണ് ഈ ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒന്നിച്ചു നിന്ന് അവിടെയുള്ള വർക്കേഴ്സ് ഒന്നിച്ചു നിന്ന് ബാർഗെയിൻ ചെയ്യാനും മറ്റും അവർ ഒന്നിച്ചു നിൽക്കുന്നു. ഓക്കെ, ഫസ്റ്റത്തെ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ. ഇത് ജസ്റ്റ് വായിച്ചൊന്ന് മനസ്സിലാക്കേണ്ട ഏരിയയാണ് കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വർക്കേഴ്സും എംപ്ലോയീസും എംപ്ലോയറും തമ്മിലുള്ള ആ ഒരു റിലേഷൻസിനെ കുറിച്ചാണ് ഈ ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ട്രേഡ് യൂണിയനെ കുറിച്ചും ട്രേഡ് യൂണിയന്റെ ഒബ്ജക്റ്റീവ് എന്താണ്. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും. വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ. രണ്ടാമത്തത് എംപ്ലോയേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ. എംപ്ലോയേഴ്സ്, ഉടമസ്ഥകൾ. എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞാൽ തൊഴിലുടമയും ഓർഗനൈസേഷനും. Employers are a very important variable of industrial relation. അല്ലെ, ഇൻഡസ്ട്രിയൽ റിലേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണ് എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞത്. അല്ലെ, നമ്മൾ പറഞ്ഞു 3 പാർട്ടിസിപ്പൻസ് ആണ് എംപ്ലോയി റിലേഷൻസിലുള്ളത്. എംപ്ലോയി, എംപ്ലോയേഴ്സ്, ദെൻ ഗവൺമെന്റ്. അപ്പൊ ആ 3 വേരിയബിൾസിനെ കുറിച്ചാണ് ഈ പോയിന്റ്സുകൾ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കണ്ടു എംപ്ലോയറിനെ കുറിച്ചാണ്, വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിനെ കുറിച്ച്. രണ്ടാമതായിട്ട് പറഞ്ഞത് എംപ്ലോയറും ഓർഗനൈസേഷനും പിന്നെ ഗവൺമെന്റ്. 3 പാർട്ടിസിപ്പൻസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ.
നോക്കാം. Employers are very important variable of industrial relation. Industrial relations ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണ് എംപ്ലോയേഴ്സ് എന്ന് പറയുന്നത്, തൊഴിലുടമ അല്ലെ. He is one who is responsible for giving job to the workers, paying the wage and perks, and controlling of the work relations with the help of rules and regulations. And by enforcing labor legislation, the worker is expected to abide by the rules and laws. എന്താണ് പറയുന്നത്? എംപ്ലോയർ എന്ന് പറയുന്നത് എംപ്ലോയർ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേരിയബിൾ ആണ്. ഇനി ഒരു എംപ്ലോയറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ജോബ്, വർക്കേഴ്സിന് ജോബ് കൊടുക്കുക, ദെൻ അവരുടെ വേജസ് കൊടുക്കുക, അവരുടെ ബെനഫിറ്റ്സുകൾ കൊടുക്കുക, ദെൻ അവരുടെ വർക്ക് റിലേഷൻസിനെ കൺട്രോൾ ചെയ്യണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുക. ദെൻ ലേബർ ലെജിസ്ലേഷൻസ്, ലേബർ നിയമങ്ങൾ, തൊഴിലാളി നിയമങ്ങളൊക്കെ റെഡിയാക്കുക. ഇനി the worker is expected to abide by the rules and laws. ഇനി എംപ്ലോയേഴ്സിന്റെ ഡ്യൂട്ടിയാണ് ജോലി കൊടുക്കുക, അവർക്ക് ബെനിഫിറ്റ് കൊടുക്കണം, പേയ്മെന്റ് കൊടുക്കണം, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെക്കുക, അവരുടെ നിയമങ്ങളൊക്കെ കൊണ്ടുവരിക എന്നുള്ളത്. വർക്കേഴ്സ് എന്ത് ചെയ്യണം? ഈ നിയമങ്ങളൊക്കെ പാലിക്കണം അല്ലെ. തൊഴിലുടമ കൊണ്ടുവന്നിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുക എന്നുള്ളതാണ് എംപ്ലോയീസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്, അവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ടാവും. മാനേജ്മെന്റ് പറയുന്നത് പോലെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇപ്പൊ ഒരു വർക്കിംഗ് ടൈം ഉണ്ടാവും. ചിലപ്പോ വർക്കിംഗ് ടൈം പറയുന്നത് ഏതാണ്? ഇപ്പൊ മോർണിംഗ് 9 AM to 5 PM ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൃത്യസമയത്തിൽ എത്തണം. അതാണ് അവിടുത്തെ റൂൾസ് അല്ലെ. നമ്മളുടെ ഇഷ്ടത്തിന് വരാനോ പോകാനോ സാധിക്കോ? ഇനി ഇപ്പൊ ലീവ് ആണെങ്കിൽ ചിലപ്പോ മാസത്തിൽ ഒരു ലീവ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കമ്പനി, തൊഴിലുടമ, എംപ്ലോയർ ആണ് തീരുമാനിക്കുന്നത്. നമ്മളല്ല, നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഏതൊരു കമ്പനിയിലും ആ ഒരു എംപ്ലോയർ, തൊഴിലുടമ ആ കമ്പനിയുടേതായിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവര് തയ്യാറാക്കിയിട്ടുണ്ടാവും. സോ ഓരോ വർക്കേഴ്സും ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം. അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, then he is also expected to give his full effort into task. An industrial dispute occurs when the workers and employers have conflicting expectation. എപ്പോഴും വർക്കേഴ്സും എംപ്ലോയീസും തമ്മിൽ നല്ല ടേംസിൽ പോകണമെന്നൊന്നുമില്ല കണ്ടോ. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം, മാനേജ്മെന്റിന്റെ വർക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സുകളൊക്കെ വന്നേക്കാം. Then employees usually have a greater power of bargaining than workers. Employers usually have a greater power bargaining than workers. അല്ലെ, വർക്കേഴ്സിനെക്കാളും കുറച്ചുകൂടി പവർ എംപ്ലോയേഴ്സിനാണ്. But when compared with the trade union, their power is considerably low. പക്ഷെ ട്രേഡ് യൂണിയൻ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയേഴ്സിന്റെ പവർ കുറച്ച് കുറയും അല്ലെ. കാരണം എന്താണ്? എംപ്ലോയീസ് ഒന്നിച്ച് നിൽക്കുന്നതാണ് ഈ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. സോ അപ്പൊ അവരുടെ പവർ കുറച്ച് കുറയും. To balance the situation and stand at par with the trade unions, employers also have their organization. അപ്പോഴാണ് എംപ്ലോയേഴ്സ് എന്ത് ചെയ്യും? അവരുടെ അസോസിയേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫ്ലോ ചാർട്ടില്, എംപ്ലോയീസുകളുടെ, തൊഴിലുടമകളുടെ അസോസിയേഷൻസുമായിട്ടൊക്കെ അങ്ങനെ കോൺഫ്ലിക്ട്സ് ഒക്കെ വരുമ്പോൾ അസോസിയേഷനുമായിട്ട് യോജിക്കുന്നു. These organizations pursue both the government and the trade unions and safeguard employees' well-being. അപ്പോ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസുകൾ അല്ലെ, അത് എന്താണ്? അവരുടെ തൊഴിലാളികളുടെ, തൊഴിലുടമസ്ഥരുടെ ക്ഷേമം വർദ്ധിപ്പിക്കാനായിട്ടാണ് അവർക്ക് അവരുടേതായിട്ടുള്ള അസോസിയേഷൻസുകൾ ഉള്ളത്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ അസോസിയേഷന്റെ അടുത്തായിരിക്കും ചെല്ലുന്നത്. എംപ്ലോയീസ് ആണെങ്കിലോ ട്രേഡ് യൂണിയൻസ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. എംപ്ലോയേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ.
മനസ്സിലാക്കി വായിക്കണേ പോയിന്റ്സുകള്. കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് എംപ്ലോയേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻ. കംപ്ലീറ്റ് ചെയ്യാത്തവര് പെട്ടെന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. Okay, then മൂന്നാമത്തത് ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റ്. ഗവൺമെന്റ് ഈസ് സപ്പോസ്ഡ് ടു ബി കെയർടേക്കർ ഓഫ് ദി നേഷൻ. അല്ലെ, ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേഷന്റെ കെയർടേക്കർ ആണെന്ന്, അല്ലെ, നമ്മുടെ രാഷ്ട്രത്തിന്റെ പരിപാലകനാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. Therefore, it plays a balancing role. അതിനാൽ ഒരു സന്തുലിത ബാലൻസിംഗ് റോൾ ആണ് ഗവൺമെന്റിനുള്ളത്. It affects industrial relations by formulating the policy of labor and industrial relations, implementing labor legislation, act as a mediator and resolve disputes. ഇപ്പൊ ഗവൺമെന്റ് ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന ഡിസ്പ്യൂട്ട്സുകളും, അല്ലെ, അല്ലെങ്കിൽ എന്താണ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും നിയമങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. It intends to control working and behavior of both employees in an organization. It intends control of working employees-ന്റെയും എംപ്ലോയറുടെയും വർക്കിങ്ങിനെയും മറ്റും കൺട്രോൾ ചെയ്യുന്നതാണ് ആര്, ഗവൺമെന്റ് എന്ന് പറയുന്നത്. The central and state government controls and affect industrial relation using laws, agreement, award of code and etc. എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷനെ? നിയമങ്ങൾ വഴിയും എഗ്രിമെന്റ്സുകള്, അവാർഡ്സുകള്, കോർട്ട്, അല്ലെ, കോടതി വഴിയൊക്കെയാണ് നമ്മൾ ഇത് പരിഹരിക്കുന്നത്, കോൺഫ്ലിക്ട്സുകള്. Then third parties and labor and tribunal court come in this category. അതില് തേർഡ് പാർട്ടികൾ വരാം, അതായത് ഇൻഷുറൻസുകളും അങ്ങനെയുള്ള കമ്പനികള്. ലേബർ ആൻഡ് ട്രിബ്യൂണൽ കോർട്സ് നമ്മൾ പറഞ്ഞല്ലോ. ട്രിബ്യൂണൽ കോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെമി ഗവൺമെന്റ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് കോർട്സുകളും അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കോർട്സുകളാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ ആണെങ്കിലും എംപ്ലോയറിന്റെ ആണെങ്കിലും പ്രശ്നങ്ങളൊക്കെ കോൺഫ്ലിക്റ്റുകൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു മീഡിയേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ ഗവൺമെന്റിന്റെ നിയമങ്ങള്, കോർട്ട്, ലോൺസ്, എഗ്രിമെന്റ്സ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കോൺഫ്ലിക്ട്സുകളൊക്കെ എന്ത് ചെയ്യുന്നു, മീഡിയേറ്റർ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് നിൽക്കുന്നു. ഓക്കെ, വായിച്ചു നോക്കുക. ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ്. ഇപ്പൊ നമ്മൾ നോക്കിയത് ആക്ടേഴ്സ് ഇൻ എംപ്ലോയർ റിലേഷൻസ് ആണ്. അപ്പൊ എംപ്ലോയർ റിലേഷൻസിലെ 3 ആക്ടേഴ്സുകള് അല്ലെങ്കിൽ 3 പാർട്ടിസിപ്പൻസുകളാണ്. ഒന്ന് എംപ്ലോയീസ്, എംപ്ലോയർ, ദെൻ ഗവൺമെന്റ്. ഈ 3 പേരുടെയും കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. വർക്കേഴ്സും ഓർഗനൈസേഷനും, എംപ്ലോയേഴ്സും ഓർഗനൈസേഷനും, ദെൻ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ്. ഓക്കെ, ഇത് 3 കൂടി ഒരുമിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം കേട്ടോ. 3 പോയിന്റ്സുകളും ഒരുമിച്ച് ഒന്ന് വായിക്കാം. ഒരു പ്രാവശ്യം വായിച്ചാൽ മതി.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും വായിച്ച് കംപ്ലീറ്റ് ചെയ്യണേ. നെക്സ്റ്റ് വൺ പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയി റിലേഷൻസ്. നമ്മൾ എംപ്ലോയി റിലേഷൻസിന്റെ ഒബ്ജക്റ്റീവ് പഠിച്ചു, സ്കോപ്പ് പഠിച്ചു, then അതിൽ ആക്ടേഴ്സ് ആരൊക്കെയാണെന്ന് കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് എംപ്ലോയി റിലേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങൾ അല്ലെ. ഈ എംപ്ലോയറിന്റെയും എംപ്ലോയീസിന്റെയും തമ്മിലുള്ള റിലേഷൻസിനെ എന്താ പറയാ അഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സുകളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. Following are the factors that influence employee relations. സൈഡില് മാർക്ക് ചെയ്യുക, ഫാക്ടേഴ്സുകൾ പഠിക്കുന്നു കേട്ടോ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ഗ്ലോബൽ ഫാക്ടേഴ്സ് ആണ്. ഫാക്ടേഴ്സുകൾ നോക്കാം. സോറി, 7 മെയിൻ ആയിട്ട് 7 ഫാക്ടേഴ്സുകളാണുള്ളത്. നോക്കാം, ഇമ്പോർട്ടന്റ് ആണ്. 7 ഫാക്ടറുകൾ പഠിക്കണം. സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കുക 7 ഫാക്ടേഴ്സ് കേട്ടോ. ഇക്കണോമിക് ഫാക്ടേഴ്സ്, technological factors, then social and cultural factors, institutional factors, political factors, organizational factors and global factors. 7 ഫാക്ടറുകളാണ്. ഇക്കണോമിക്, ടെക്നോളജിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, പൊളിറ്റിക്കൽ, ഓർഗനൈസേഷണൽ ആൻഡ് ഗ്ലോബൽ ഫാക്ടേഴ്സ്. ഓക്കെ, 7 ഫാക്ടേഴ്സുകളാണ്. ഇനി ഓരോ ഫാക്ടേഴ്സുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 7 ഫാക്ടേഴ്സുകളുടെ പേരുകൾ ഒന്ന് ഓർത്ത് വെക്കുക. അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനോ ബുദ്ധിമുട്ടുണ്ടോ? 7 ഫാക്ടേഴ്സുകൾ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ദെൻ ഓരോ ഫാക്ടേഴ്സുകളെ കുറിച്ചും പഠിക്കാനുണ്ട്, മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, പഠിക്കേണ്ടെന്നല്ലാട്ടോ ഞാൻ പറയുന്നത്. മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. പിന്നെ അതിനുള്ളിലുള്ള കാര്യം നിങ്ങൾക്ക് 1-2 പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആകും. ഓക്കെ, ഫാക്ടേഴ്സുകൾ വായിച്ചു നോക്കി. 5 ടൈംസ് വായിക്കണം. 7 ഫാക്ടേഴ്സ് ആണ്. 5 പ്രാവശ്യം വായിക്കണം. വായിക്കാൻ പറയുന്നത് ഈ 5 പ്രാവശ്യത്തെ വായനയിലൂടെ നമ്മൾ പഠിച്ചെടുക്കണം. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. 5 ടൈംസ് റീഡ് ചെയ്യുക. എങ്കിൽ നിങ്ങൾ വായിച്ചത് മനസ്സിലാക്കി നമ്മുടെ മനസ്സിലോട്ട് അത് കയറണം 5 പ്രാവശ്യം വായിക്കുമ്പോ. ഓക്കെ, ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു. ദെൻ ഇനി നമ്മൾ ഓരോ ഫാക്ടേഴ്സുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഫാക്ടർ ആണ് ഇക്കണോമിക് ഫാക്ടേഴ്സ് അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എംപ്ലോയീസിനെ ആണെങ്കിലും എംപ്ലോയറിനെ ആണെങ്കിലും സ്വാധീനിക്കുന്ന ഒരു ഫാക്ടറാണ് ഇക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സുകൾ. ദ സ്ട്രക്ചർ ഓഫ് ഇക്കണോമിക് സോഷ്യലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ് ഓർ മിക്സ്ഡ് ഡിറ്റർമൈൻസ് ദി ഇക്കണോമിക് ഫാക്ടേഴ്സ്. സ്ട്രക്ചർ ഓഫ് ഇക്കണോമി ആണ്. അതായത് ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി, ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു സ്ട്രക്ചർ ആണ് അവിടുത്തെ ഇക്കണോമിക് ഫാക്ടേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ചിലപ്പോൾ ചില കമ്പനികൾ സോഷ്യലിസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ളതായിരിക്കും. സോ ഓരോ ആ കമ്പനിയിലെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ആണ് ഇക്കണോമിക് ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദി ക്യാരക്ടർ ആൻഡ് ദി കമ്പോസിഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സ്, ഡിമാൻഡ് ആൻഡ് ദി സപ്ലൈ ഓഫ് ലേബർ and association of labor would determine economic position of the workforce and also the strength of bargaining which affected industrial relations. ഇപ്പൊ നമുക്കറിയാം economic factors ആണ് വർക്ക് ഫോഴ്സും then ലേബറിന്റെ സപ്ലൈയും അതുപോലെ തന്നെ എന്താണ് ലേബർ economic positions എല്ലാം തീരുമാനിക്കുന്നത് economic ഫാക്ടേഴ്സുകളാണ്. അതുപോലെ തന്നെ ബാർഗെയിനിങ് which affected the industrial relation. ബാർഗെയിനിങ് എന്നുള്ളത് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷനെ വളരെയധികം അഫക്ട് ചെയ്യുന്ന ഒന്നാണ്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പൊ എംപ്ലോയീസിന് ബെനിഫിറ്റ്സ് ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ അത് ഒരു ഇക്കണോമിക് ഫാക്ടർ ആണ്. എംപ്ലോയീസിന് ലഭിക്കുന്ന ബെനിഫിറ്റ്സുകൾ
അപ്പൊ അതെല്ലാം നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ടാണ് ഇപ്പൊ ട്രേഡ് യൂണിയൻസ് ആണെങ്കിലും മറ്റും ബാർഗെയിൻ ചെയ്തുകൊണ്ടാണ് ആ ഒരു നമ്മൾ ഇക്കണോമിക് ആ ഒരു ബെനിഫിറ്റ്സുകളും മറ്റും നേടിയെടുക്കുന്നത്. അത് ഇക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്? ഗവൺമെന്റ് പോളിസി, labor laws, working of labor codes, industrial tribunals, labor union and employee organization are the institutional factors. Underline ചെയ്യാട്ടോ. ഏതൊക്കെയാണ് institutional factors എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഗവൺമെന്റ് പോളിസി ഉണ്ട്, ലേബർ ലോസ്, വർക്കിംഗ് ഓഫ് ലേബർ കോഡ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽസ്, ലേബർ യൂണിയൻസ്, എംപ്ലോയി ഓർഗനൈസേഷൻ. ഇതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. The industrial relation scenario is also affected by religious and social institutions by way of existing value system by ensuring their compliance. Example, gender biases existing in a certain industries and countries. അല്ലെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് ചില ഇൻഡസ്ട്രിയില് സാമൂഹികപരമായിട്ടും അല്ലെങ്കിൽ റിലീജിയസ് പരമായിട്ടുള്ള കുറെ എന്താ പറയാ കംപ്ലൈന്റ്സ് ഒക്കെ നിലനിൽക്കുന്നുണ്ടെന്ന്. അതിനകത്തൊരു എക്സാമ്പിൾ ആണ് ജെൻഡർ ബേസിസിൽ അല്ലെ. അതായത് ചില കമ്പനികളിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവില്ല അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾ കാണിക്കുന്നു, ജെൻഡർ ഐഡന്റിഫിക്കേഷൻ ഒക്കെ ഉണ്ടാകും. അവിടെ കൂടുതൽ ചിലപ്പോൾ മെയിൽസിനായിരിക്കും അവിടെ അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുക, അല്ലെങ്കിൽ ഫീമെയിൽസിനായിരിക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇൻഡസ്ട്രികളിൽ ചിലപ്പോൾ ചില ഇൻഡസ്ട്രികളിൽ അല്ലെങ്കിൽ ചില കൺട്രീസിൽ കൊടുക്കാറില്ല. ഏതെങ്കിലും ഒരു ഇതിനായിരിക്കും കൂടുതൽ അവിടെ പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഇത് രണ്ട് ഫാക്ടേഴ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇക്കണോമിക് ഫാക്ടേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫാക്ടേഴ്സും വായിക്കാം കേട്ടോ. എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. മെയിൻ ഫാക്ടേഴ്സുകൾ വൈമാട്ടെ ഇതുവരെ പഠിക്കണം. കംപ്ലീറ്റ് ചെയ്തോ? രണ്ട് പോയിന്റ്സ് വായിച്ചോ? ഫാക്ടേഴ്സുകള്. ഓക്കെ, മൂന്നാമത്തെ ഫാക്ടർ ആണ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. മൂന്നാമത്തെയാണ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. These factors include methods of modernization, production, automation, etc. Technological factors എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? Modernization, production and automation. An organization that is technologically more advanced needs lesser human capital and hence the bargaining power of employee organization decreases. ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതലായിട്ടുള്ളത് എന്താണ്? ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ് അല്ലെ. അവിടെ നമ്മൾ എന്താ ഹ്യൂമൻ ക്യാപിറ്റലിനേക്കാളും കൂടുതലായിട്ട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. Then greater progression in knowledge, technology and advancement in the proficiency of workers have also introduced a new class of employees called knowledge workers. പുതിയൊരു ഇത് നമ്മൾ ഇന്നത്തെ സിറ്റുവേഷൻസിൽ ഫോം ചെയ്തിരിക്കുന്നതാണ് നോളജ് വർക്കേഴ്സ്. who possess a different set of requirements and goals. അതായത് ഇപ്പൊ നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണമെങ്കിലും അറ്റ്ലീസ്റ്റ് ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടോ എന്ന് ചോദിക്കാറില്ലേ? അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ഓഫീസ് വർക്ക് ആയിക്കൊള്ളട്ടെ, അതില് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സ്കിൽസ് ഉണ്ടായിരിക്കണം. ചോദിക്കാറില്ലേ? ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചോദിക്കും ക്വാളിഫിക്കേഷൻ ഒക്കെ ഓക്കെ, ഡിഗ്രി ഉണ്ട്, പ്ലസ് ടു ഉണ്ട് എന്നൊക്കെ ചോദിക്കും. എങ്കിലും അത്യാവശ്യം കമ്പ്യൂട്ടർ സ്കിൽസ് ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം എന്താണ്? ഇന്ന് എല്ലാ ഫേംസും വർക്ക് ചെയ്യുന്നത് ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അല്ലെ.
അറ്റ്ലീസ്റ്റ് ഒരു മെയിൽ വരുമ്പോഴും മെയിലൊക്കെ ചെക്ക് ചെയ്യാനെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ഇവിടെ പറയുന്നത് ടെക്നോളജി ആയിട്ടുള്ള ഒരു ഇതിലോട്ട് എത്തിയിരുന്നത്. കാരണം നമ്മളുടെ ക്വാളിഫിക്കേഷന് പുറമെ ഉള്ള ഒരു എക്സ്ട്രാ ഒരു ഇതാണ് നമുക്ക് ടെക്നോളജി, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. സോ നോളജ് വർക്കേഴ്സ് എന്നുള്ളൊരു പുതിയൊരു രൂപത്തിലോട്ട് ആയിരുന്നിപ്പോ, അതായത് അറിവുള്ള വർക്കേഴ്സ് എന്നുള്ളൊരു ഇതിലോട്ട് എത്തിക്കഴിഞ്ഞു. കാരണം ആ ഒരു കമ്പനിയുടെ റിക്വയർമെന്റ്സ് ഗോൾസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ടെക്നോളജിക്കലി അറിവുള്ള സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോളജ് ആയിട്ടുള്ള പേഴ്സൺസിനെയാണ് ഇന്ന് ഇൻഡസ്ട്രികൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വായിച്ചു നോക്കാം കേട്ടോ. മൂന്നാമത്തൊന്ന് വായിച്ചു നോക്കുക, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. കംപ്ലീറ്റ് ചെയ്തോ? ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. The next one, political factors. The political factors comprise the political system, political parties and their principles. Industrial relations are affected by the rise and power of political parties and the methods they use while creating policies. Moreover, since the trade unions are much engaged in the formation of policies. അതായത് ഇപ്പൊ ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ കുറച്ച് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സുകൾ ഉണ്ടാകും. അതായത് അവരാണ് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളും പോളിസീസുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ moreover, since the trade unions are much engaged in formulation of policies. ട്രേഡ് യൂണിയനും അതുപോലെ ഇങ്ങനെ പോളിസികളും മറ്റും ഫോർമുലേറ്റ് ചെയ്യുന്നു. The policies are somewhat based in favor of the workers. ട്രേഡ് യൂണിയൻ ചെയ്യുന്ന പോളിസികൾ എപ്പോഴും വർക്കേഴ്സിന്റെ ഫേവർ നോക്കിക്കൊണ്ടായിരിക്കും. On the other hand, if the political parties are in any way financially dependent on the corporative lobby, political equations would then be totally different. പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യുന്നത് ഒരു കോർപ്പറേറ്റ് ലോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള ഒരു സാമ്പത്തിക ഇതിനൊക്കെ നോക്കിയിട്ടായിരിക്കും, അല്ലാതെ വർക്കേഴ്സിന്റെ മാത്രം ആ ഒരു ഫേവർ അനുസരിച്ചുകൊണ്ടായിരിക്കില്ല പോളിസികളും മറ്റും രൂപപ്പെടുത്തുന്നത്. There are certain countries when state capitalism exists and collective bargaining is totally discouraged. പക്ഷെ ചില കൺട്രികളില്, അതായത് ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങളില് കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് ടോട്ടലി ഡിസ്കറേജ് ചെയ്യണയാണ്, എൻകറേജ് ചെയ്യണില്ല. ട്രേഡ് യൂണിയൻസ് നമ്മളോട് ഇമ്പോർട്ടൻസ് കൊടുക്കണില്ലാണ്. In such scenario, trade unions have no value and labor management relations are dealt with strictly. അതുകൊണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളില്, കൺട്രീസില് അവിടെ ട്രേഡ് യൂണിയന് വാല്യൂ കൊടുക്കണില്ല. അതുകൊണ്ട് തന്നെ അവിടെ ലേബർ മാനേജ്മെന്റ് റിലേഷൻ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കുന്നു. In countries like the former USSR, അതുപോലെ തന്നെ സ്റ്റേറ്റ് സോഷ്യലിസം exists and trade unions have definite responsibilities and functions under purview of the government. പക്ഷെ ചില രാജ്യങ്ങളിൽ ട്രേഡ് യൂണിയന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന്. Since India has a mixed economy, ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, മിക്സ്ഡ് ഇക്കോണമി ആണ് ഇന്ത്യ ചെയ്യുന്നത്. Then conciliation, arbitration, adjudication, participative management and collective bargaining are all a part of a industrial relation. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എന്നല്ല, അല്ലെ, ക്യാപിറ്റലിസ്റ്റ് അല്ല എന്നാലോ സോഷ്യലിസ്റ്റ് അല്ല, ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്, അല്ലെ. സോ ഇന്ത്യയിൽ നമുക്ക് കളക്റ്റീവ് ബാർഗെയിനിങ്ങിനാണെങ്കിലും നമ്മൾ എന്ത് കൊടുക്കുന്നു, അവിടെ നമ്മൾ
പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലെ. ഇന്ത്യയിൽ നമ്മുടെ കൺട്രിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ട്രേഡ് യൂണിയൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ട്രേഡ് യൂണിയൻസുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ കോൺസിലേഷൻ, ആർബിട്രേഷൻ. എന്താ ആർബിട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു മധ്യസ്ഥര, ആർബിട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിധികളൊക്കെ നിർണ്ണയിക്കുന്നത്, നമ്മുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും അതുപോലെ തന്നെ എന്താണ് ഒരു അഡ്മിനിസ്ട്രേഷൻ, പാർട്ടിസിപ്പേറ്റ് വിധി നിർണ്ണയവും അതുപോലെ തന്നെ പങ്കാളിത്ത മാനേജ്മെന്റും കളക്റ്റീവ് ബാർഗെയിനിങ്, ട്രേഡ് യൂണിയൻസിനൊക്കെ നമ്മൾ ഇന്ത്യയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് പൊളിറ്റിക്കൽ പാർട്ടീസിൽ, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത് കേട്ടോ. വായിച്ചു നോക്കാം. വായിച്ചോ? ഓക്കെ. നെക്സ്റ്റ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. These factors are about different rules, ethics, and principles that exist in a society. സൊസൈറ്റിയിലെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന റൂൾസ് അല്ലെ, നിയമങ്ങളും എത്തിക്സ്, ധാർമ്മികപരമായിട്ടുള്ള തത്വങ്ങളെയൊക്കെയാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. In countries like the USA, where there is a stable socio-political order. യുഎസിലാണെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഓർഡർ ഉണ്ട്. The government encourages a general philosophy of free enterprises or democratic capitalism. അവിടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ക്യാപിറ്റലിസത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. In these type of countries, collective bargaining is supported by the law and government involvement. ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ കളക്റ്റീവ് ബാർഗൈനിങ്ങിനെ അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. In Scandinavian countries, മറ്റു രാജ്യങ്ങളിൽ and the UK, where democratic socialism existed, collective bargaining is the regular model without the need of the government to get involved. പക്ഷെ ഇങ്ങനെയുള്ള ഇപ്പോ UK-യിലുള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ സർക്കാരിന്റെ, അതായത് ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ആവശ്യമില്ലാതെ തന്നെ എന്താണ് അവിടെ ഗവൺമെന്റിന്റെ ഇടപെടലൊന്നും ഇല്ല, കളക്റ്റീവ് ബാർഗൈനിങ്ങിനാണ് റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നത്. അവര് കളക്റ്റീവ് ബാർഗൈനിങ് ആണെന്ന്, ഗവൺമെന്റിന്റെ ഇടപെടലുകൾ വളരെ കുറവാണെന്ന് UK പോലുള്ള രാജ്യങ്ങളിൽ. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് പെട്ടെന്ന് വായിക്കാം കേട്ടോ. 2 ഫാക്ടർ കൂടി ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നമ്മൾ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് വായിക്കുക കേട്ടോ.
Okay. ഇനി രണ്ട് ഫാക്ടേഴ്സും കൂടിയാണ് നമുക്കുള്ളത്. ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വായിച്ചു പോകാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അതെയോ? ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വായിച്ചു പോകാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ. Organizational factors. These factors consist of management style existing in the organization is perspective, organizational environment, health of organization, degree of competition, flexibility towards change and diverse HRM policies. Organization എന്ന് പറയുമ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സുകൾ എൻവയോൺമെന്റിൽ ഉണ്ട്, ഹെൽത്ത് ഓഫ് ഓർഗനൈസേഷൻ, ഡിഗ്രി ഓഫ് ഫ്ലെക്സിബിലിറ്റി എങ്ങനെയാണ്, ഇതൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ലാസ്റ്റ് വൺ ഗ്ലോബൽ ഫാക്ടേഴ്സ്, ആഗോളപരമായിട്ടുള്ള ഘടകങ്ങൾ. These factors include global differences, international relations, economic political principles, functions of ILO, foreign trade agreements and relations, economic and trading policies of power blocks, global cultural environment, international labor agreement, etc. ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് നോക്കി വെക്കണേ, ഏതൊക്കെയാണ് ഗ്ലോബൽ ഫാക്ടേഴ്സ് ഉള്ളത്. ഗ്ലോബൽ ഇന്റർനാഷണൽ റിലേഷൻസ്, ഇക്കണോമിക് പോളിസീസ്, ഇതൊക്കെയാണ് ഗ്ലോബൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ 7 ഫാക്ടേഴ്സുകൾ ഇക്കണോമിക് എംപ്ലോയി റിലേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 7 ഫാക്ടേഴ്സുകളാണ് നമ്മൾ നോക്കിയത്. ഈ 7 ഫാക്ടേഴ്സുകളുടെ പേരുകൾ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, നമ്മൾ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുന്നത് അപ്രോച്ചസ് ആണ്. എംപ്ലോയി റിലേഷൻസിന്റെ അപ്രോച്ചസ് ആണ്. അപ്പൊ എംപ്ലോയി റിലേഷൻസിന് ഒരുപാട് ഉണ്ട് കേട്ടോ. ഒബ്ജക്റ്റീവ് വരുന്നുണ്ട്, സ്കോപ്പ് വരുന്നുണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട്, അപ്രോച്ചസ് ഉണ്ട്. ഈ ഒരുപാട് ഓരോരോ സെക്ഷൻ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്രോച്ചസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പിന്നെ അടുത്ത ക്ലാസ് നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞ്, ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത് അല്ലെ? ആണോ? വെനസ്ഡേ നമുക്ക് അല്ലെ, നമ്മൾ ഇനി ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മൺഡേ ആയിരിക്കും മിക്കവാറും മീറ്റ് ചെയ്യാം. സോ നന്നായിട്ട് ഓണമൊക്കെ ആഘോഷിക്കുക. അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം എല്ലാവർക്കും. ഓക്കെ, നന്നായിട്ടൊക്കെ നമ്മള് ആഘോഷങ്ങളൊക്കെ വേണം, എങ്കിലും അതിന്റെ ഇടയിൽ പഠിക്കാനായിട്ട് കൂടി സമയം കണ്ടെത്താം. ഓക്കെ, കണ്ടെത്തില്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.